അവിടെ ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളൂ പറയും. ചോദിക്കാനും പറയാനും ആളില്ല എന്ന് പറഞ്ഞാൽ തന്നെ ചോദിക്കുക, പറയുക. ചോദിക്കുന്നതിന് അറബിയിൽ എന്താ പറയുക? സഅല എന്നാണ്. പലർക്കും സംശയം ഉണ്ടാവും. ചോദിച്ചു, ചോദിക്കുക, അതൊന്ന് ചോദിക്കണം, ചോദ്യം ചെയ്യപ്പെടണം, ഇങ്ങനെയുള്ള ചോദ്യം എന്നതിന് സുആൽ എന്നാണ് അതിൻ്റെ ക്രിയാധാതു. സുആൽ, മഅൻദി സുആൽ, എനിക്കൊരു ചോദ്യമില്ല. അപ്പൊ സുആൽ എന്നാൽ ചോദ്യം എന്നാണ്. ജവാബ് മറുപടിയാണ്, അതല്ല. ഇനി പറയുക അന ഗുൽതുല്ലോ ഹുവ ഗാലി, അവരെന്നോട് പറഞ്ഞു. പറയുക എന്നതിന് വ്യത്യസ്ത വാക്കുകളുണ്ടെന്ന് നേരത്തെ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഹ്കി എന്ന് പറയും, ഖബ്ബറ എന്ന് പറയും, കല്ലമ എന്ന് പറയും. ഇങ്ങനെയൊക്കെ കുറേ വാക്കുകൾ സാധാരണഗതിയിൽ പറയുക, സംസാരിക്കുക എന്നതിനുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്തത്തെ സബ്ജക്റ്റ്? ചോദ്യം എന്നാണ്. അപ്പൊ ചോദിച്ചു, സഅൽത്, ചോദിച്ചു. അബി അസ്അൽക്ക്, നിങ്ങളോട് ചോദിക്കണം. അബി അസ്അൽക്ക് അൻ ഹാജ, എബൌട്ട് സംതിങ്, ഒരു വസ്തുവിനെ കുറിച്ച് നിങ്ങളോടൊന്ന് ചോദിക്കണം. അബി അസ്അൽക്ക് അൻ ഹാജ, അബി അസ്അൽക്ക് അൻ ഹാജ, ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുണ്ട് എന്നൊക്കെ പറയാം. പിന്നെ അതിൽ ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറയുന്നതിന് മസ്ഊലിയ എന്നാണ്. മസ്ഊലിയ സത്യം പറഞ്ഞാൽ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നൊക്കെ പറയുമല്ലോ, അതിനുപയോഗിക്കുന്ന വേർഡ് കൂടിയാണ് മാഫീന മസ്ഊലിയ. ഇവിടെ ഒരു മസൂലിയത്തില്ലേ, മാഫീന മസ്ഊൽ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തി. അതാണ്, അങ്ങനെ പറഞ്ഞാൽ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് മസ്ഊൽ എന്ന് പറയാം. മസ്ഊലിയ അതാണ്. അൻതി മസ്ഊലിയ, എനിക്ക് അതിൻ്റെ മസൂലിയത്തുണ്ട്. കാരണം എന്നോട് ചോദിച്ചോളൂ, എനിക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട് എന്നാണ്. ലാസിം അൻതൽ മസ്ഊൽ, നിങ്ങളാണ് മസ്ഊല്. മഅൻദക മസ്ഊലിയ, എന്താ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമല്ലേ, നിങ്ങൾ ഒഴിയുക എന്നൊക്കെ പറയാം. അപ്പൊ ചുരുക്കത്തിൽ സഅല എന്നതാണ് വാക്ക്. വേടെന്താണ്? സഅല, ചോദിച്ചു. ഇസ്അൽനി ഇദാ അൻദക ശക്ക് ഇദാ അൻദക അയ്യ ഖലൽ ഇസ്അൽനി, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇസ്അൽനി, എന്നോട് ചോദിച്ചോളൂ. ഇസ്അൽനി, നിന്നോട് ചോദിച്ചോളൂ എന്ന് പറയാം. അല്ലാഹ് അന സഅൽതുലു ഹുവ മാ അഅതാനി. സഅൽതുലു, ലഹു എന്ന് പറയാം, ലുഹ് എന്ന് കേൾക്കുള്ളൂ. അന സഅൽതുലു, ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ അയാളോട് ചോദിച്ചു. മാ അഅതാനി, എനിക്ക് തന്നില്ല എന്ന് പറയും. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾ എന്താണ്? ചോദ്യവും പറച്ചിലും, ചോദ്യവും ഉത്തരവും എന്നൊക്കെ പറയാൻ സുആലും ജവാബാണ്. ഖൗലും പിന്നെ കലാമും അതേപോലെ സുആലുമാണ്. ഈ വാക്കുകളുടെയൊക്കെ കൃത്യത നിങ്ങൾക്കും ഇനി അറബിക് യൂണിയിൽ നേരിട്ട് പഠിക്കാം. നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്തുകൊണ്ട് ശുക്രൻ ലക്കും. അസ്സലാമ.